ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഈ കുപ്പിക്കകത്ത് എന്താ ഒഴിക്കണേന്നല്ലേ? തേനാണ് കേട്ടോ. അമ്മ കൊക്കക്കോളയുടെ കുപ്പിക്കകത്ത് നാട്ടിൽ നിന്ന് തന്നു വിട്ടതാണ് കേട്ടോ തേന്. അത് ചെറു ചൂടുവെള്ളത്തിനകത്ത് തേനും നാരങ്ങ നീരും കൂടെ വെറും വയറ്റിൽ കുടിക്കണതാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ നമ്മുടെ വയറിന്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ സാധനങ്ങൾ മേടിച്ചതൊക്കെ ക്ലീനാക്കി എല്ലാം ഫ്രീസറിൽ വെക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഓൾറെഡി ക്ലീൻ ചെയ്താണ് കേട്ടോ തന്നത്. അപ്പോൾ ഈ മറ്റേ കൂന്തലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സാധനം ഇല്ലേ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അതിൻ്റെ ആ അറ്റത്തുള്ള അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് കളയും, അത് കറി വെക്കാറില്ല. പിന്നെ ബാക്കി ക്ലീൻ ചെയ്തെങ്കിലും അതിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഇതിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഫ്രീസറിൽ കയറ്റി കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്ത് കഴുകി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടോ. അതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ പിന്നെ കറിയൊക്കെ എടുക്കാൻ. പിന്നെ നമ്മുടെ വള്ളിപ്പയർ ഇനി കറി വെക്കാനുള്ളതാണ് ഇന്നത്തേക്കും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വാരി ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കിയായിരുന്നു, അതും കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് നത്തോലി ഉണ്ടായിരുന്നു, നത്തോലി വറക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച് അതും വറക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ ഈ വള്ളിപ്പയറില്ലേ, അത് നന്നായിട്ട് മെഴുക്കുവരട്ടി നന്നായിട്ട് ഉണങ്ങി വരുന്നാലാട്ടോ ഇവിടെ ഇഷ്ടം. അതും നന്നായിട്ട് മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. പിന്നെ എപ്പോഴും മോരുകറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ ഇന്ന് പച്ചമോരാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാധാരണ മിക്സിയിൽ ചിലപ്പോൾ ഞാൻ ജാറിലിട്ടായിരിക്കും ഇതൊക്കെ അടിച്ചെടുക്കുക, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി. പക്ഷേ ഈ പ്രാവശ്യം ഞാനിങ്ങനെ ഇടിച്ചാട്ടെടുത്ത് ഇങ്ങനെ കല്ലിൽ ഇടിച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, ജാറിലിട്ട് മിക്സിയുടെ ജാറിൽ അടിക്കണേക്കാട്ടിൽ. പക്ഷേ ഇതിൽ നമ്മുടെ കറിവേപ്പില ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യാതെ, അപ്പോൾ കറിവേപ്പിലയുടെ കാര്യം മറന്നുപോയി, ഇനി പുറത്ത് പോകുമ്പോൾ വേണം മേടിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ മോരിനകത്തേക്ക് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇളക്കി. ഓൾറെഡി ഉപ്പിട്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ, നമ്മുടെ വറ്റൽമുളക് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കറികളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചോറ് ഓൾറെഡി ഞാൻ വെച്ചതുള്ളതുകൊണ്ട് എനിക്ക് ചോറ് പിന്നെ വെക്കേണ്ടി വന്നില്ല കേട്ടോ. അത് ഞാൻ തിളപ്പിച്ച് ഊറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ ബാക്കി അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി ഇത് ക്ലീനിങ് ഒക്കെ ആക്കിയിട്ട് എനിക്കൊരു വലിയ പണി കിടപ്പുണ്ട് കേട്ടോ. കാരണം പുറത്തേക്കുള്ള പണികളൊന്നും ഞാൻ നോക്കിയിട്ടില്ല അടുക്കളയിലേക്ക് കയറിയതുകൊണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ സായിക്കൂട്ടൻ ഇതെല്ലാം എടുത്ത് വാരി വെച്ചിരുന്നതാണ്, ഞാൻ കവറിനകത്താക്കി അതെല്ലാം ഓപ്പൺ ആക്കി ആൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം വാരി വലിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചാലും എന്താണേലും ആൾ എല്ലാം നിരത്തിയിടും. ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് പോലും അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. കളിക്കുകയാണ്, കാറൊക്കെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ടി വി പതിവ് പോലെ ഓണായി തന്നെ ഇരിപ്പുണ്ട്. കാരണം അവൻ കണ്ടില്ലെങ്കിലും അതവിടെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. വീട്ടിലെ അമ്മച്ചി ഇങ്ങനെയായിരുന്നു, സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ടി വി വെറുതെ ഓണാക്കി വെക്കും. ഈ ശബ്ദരേഖ കേൾക്കുന്ന പോലെ വെറുതെ കേട്ടാൽ മതി, ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കും. നമ്മളെ കൊണ്ടിട്ട് മാറ്റാനും സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ അവനും മാറ്റാൻ സമ്മതിക്കില്ല. അവന് അന്നേരം ടി വി കാണണം, നമ്മൾ കാണണം എന്ന് പറയുമ്പോൾ. പിന്നെ ഞാൻ അതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അവനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി കുളിപ്പീരൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിക്കാൻ കയറുമ്പോഴും ഒരുകൊന്ന് ടോയ്സുമായിട്ടാട്ടോ കയറുക. അങ്ങനെ എന്താണേലും കുളിച്ചിട്ട് വന്ന് ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടാട്ടോ പോയത്. അത് കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ, അത് കഴിയുമ്പോൾ ഇതുപോലൊക്കെ തന്നെയാവും. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് വൃത്തിയായി കിടക്കുക കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേ. ഇവിടെയെല്ലാം വലിച്ചെറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇതെല്ലാം നിർത്തിക്കോളും, അതിനുള്ള തയ്യാറെടുപ്പിനായിട്ട് എന്തോ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണേലും ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ അങ്ങനെ എന്നാൽ ചോറ് എടുത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ എടുത്തു. ഈ പാത്രത്തിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ വേസ്റ്റും എല്ലാം ഈ സൈഡിൽ തന്നെ വെക്കാം. മറ്റേ ചെറിയ പാത്രത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, കറികളും എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ പാത്രത്തിൽ സ്പേസേ ഉണ്ടാവില്ല കേട്ടോ. ഈ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ വട്ടത്തിലുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറികളെല്ലാം ഇതിൻ്റെ സൈഡിൽ കൂടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ അതും പിടിച്ചുകൊണ്ട് വരുന്ന ടി വി കാണാൻ പോയിരിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല. കാരണം പിന്നെ ഒന്നിനും വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോകണ്ട, വേസ്റ്റ് കളയാനും എഴുന്നേറ്റ് പോകണ്ട കേട്ടോ. അപ്പം പിന്നെ ഞാൻ കറികളെല്ലാം സൈഡിൽ കൂടെ വിളമ്പി. പ്രാവശ്യം മെഴുക്കുവരട്ടി വെച്ചപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം തേങ്ങാക്കൊത്ത് ഇടാനായിട്ട് തേങ്ങ ഉണ്ടായില്ല. ഈ പ്രാവശ്യം ചെറിയ ബോക്സിൽ തേങ്ങ മേടിച്ചത്. അങ്ങനെ തേങ്ങാക്കൊത്ത് ഇടുമായിരുന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മെഴുക്കുവരട്ടിക്കകത്ത്. പ്രത്യേകിച്ച് വള്ളിപ്പയറിന് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞാൻ ചോറും കറികളും എല്ലാം എടുത്തു. പിന്നെ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കിയപ്പം ഗ്രേവി കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം നമ്മൾ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയതല്ലേ, ഓൾറെഡി ചാറുള്ളതുകൊണ്ട് ഞാൻ അധികം ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങൾ പോയിരിക്കുകയാണ് കേട്ടോ.
ഈ പച്ചമോരും ചിക്കൻ കറിയുടെ ചാറും കൂടെ ഒരു പ്രത്യേക നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് പച്ചമോരും ചിക്കൻ കറിയുടെ ചാറും കൂടെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ വേറെ എന്താ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ, സീ യു.